ഹലോ, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ദിവസവും അനുസരിക്കുന്ന നിയമങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടാക്കുന്നത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ മാത്രമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ സത്യമതല്ല. ഗവൺമെന്റിന്റെ അധികാരത്തിന് പിന്നിലെ ഈ കളികളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇന്ന് നമ്മൾ പാർലമെന്ററി മേൽനോട്ടം എന്ന ആ ശക്തമായ ആശയത്തെക്കുറിച്ചാണ് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരമെന്താണ്? നമ്മുടെ എംപിമാരും എംഎൽഎമാരുമൊക്കെയല്ലേ? എന്നാൽ ഉത്തരം അത്ര സിമ്പിളല്ല. ചിലപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെന്നു വരാം. അതെ, ഇതാണ് ആ സർപ്രൈസ്. നമ്മുടെ ഒട്ടുമിക്ക നിയമങ്ങളും ഉണ്ടാക്കുന്നത് എക്സിക്യൂട്ടീവാണ്, അതായത് ഭരണനിർവഹണ വിഭാഗം. ഇതിനൊരു പേരുണ്ട്: ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. സിമ്പിളായി പറഞ്ഞാൽ, നിയമമുണ്ടാക്കാനുള്ള അധികാരം പാർലമെന്റ് എക്സിക്യൂട്ടീവിന് കൈമാറുന്നു, അത്രയുള്ളൂ. ശരി, അപ്പോൾ ഒരു ചോദ്യം വരും: ഇങ്ങനെ അധികാരം കൈമാറിയാൽ എക്സിക്യൂട്ടീവ് അവർക്ക് തോന്നിയതുപോലെ ചെയ്യില്ലേ എന്ന്? അവിടെയാണ് പാർലമെന്റിന്റെ റോള് വരുന്നത്. നിയമനിർമ്മാണത്തിലെ പരമാധികാരി പാർലമെന്റ് ആയതുകൊണ്ട് എക്സിക്യൂട്ടീവ് ഈ അധികാരം ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ശക്തമായ ഒരു സിസ്റ്റം തന്നെ നിലവിലുണ്ട്. നമുക്ക് ആ സിസ്റ്റത്തിന്റെ 3 ഘട്ടങ്ങൾ വിശദമായിട്ടൊന്ന് നോക്കാം. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. എക്സിക്യൂട്ടീവ് സ്വന്തമായി ചട്ടങ്ങൾ എഴുതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ പാർലമെന്റ് കളിയുടെ റൂൾസ് സെറ്റ് ചെയ്യും. ഒരുതരം കടിഞ്ഞാണിടുന്നത് പോലെയാണിത്. വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടമാണിത്. ഇപ്പോൾ ഒരു നിയമം പാസാക്കുന്ന സമയത്ത് തന്നെ അതിലെ ചർച്ചകളിലൂടെ പാർലമെന്റ് കൈമാറാൻ പോകുന്ന അധികാരത്തിന് കൃത്യമായ അതിർവരമ്പുകൾ ഇടും. ഒരു ഉദാഹരണം പറയാം. ഒരു ഭക്ഷ്യസുരക്ഷാ നിയമമാണെന്ന് വയ്ക്കുക. ഭക്ഷണത്തിൽ എന്തൊക്കെ ചേർക്കാമെന്നതിനെക്കുറിച്ച് റൂൾസ് ഉണ്ടാക്കാൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കും. പക്ഷേ ഏതൊക്കെ ഭക്ഷണങ്ങൾ നിരോധിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കൊടുത്തൊന്നുവരില്ല. കണ്ടില്ലേ? ആ ലൈൻ വരയ്ക്കുന്നത് ഈ 1ാം ഘട്ടത്തിലാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഈ ആദ്യ ഘട്ടമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. എക്സിക്യൂട്ടീവിനെ കളിക്കാനുള്ള ഗ്രൗണ്ട് എത്ര വലുതാണെന്ന് പാർലമെന്റ് മുൻകൂട്ടി തീരുമാനിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഉത്തരവാദിത്തത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് 2ാം ഘട്ടത്തിലേക്ക് കടക്കാം. എക്സിക്യൂട്ടീവ് ഒരു പുതിയ ചട്ടം എഴുതിക്കഴിഞ്ഞാൽ പിന്നെ എന്തു സംഭവിക്കും? അപ്പോഴാണ് നേരിട്ടുള്ള സൂക്ഷ്മപരിശോധന തുടങ്ങുന്നത്. ശരിക്കും ഒരു ഫാക്ടറിയിലെ ക്വാളിറ്റി കൺട്രോൾ പോലെയാണിത്. എക്സിക്യൂട്ടീവ് ഉണ്ടാക്കിയ പുതിയ ചട്ടങ്ങൾ പാർലമെന്റിന് മുന്നിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിനെയാണ് ലേയിങ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാലുടനെ സൂക്ഷ്മപരിശോധനയ്ക്കുള്ള കൗണ്ട് ഡൗൺ തുടങ്ങും. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. 3 തരം നിയന്ത്രണങ്ങളുണ്ട്. ഒന്ന് സിമ്പിൾ ലേയിങ്, അതായത് വെറുതെ ഒരു വിവരത്തിനു വേണ്ടി മാത്രം സഭയിൽ വയ്ക്കും, അത്രയുള്ളൂ. രണ്ടാമത്തത് നെഗറ്റീവ് റെസൊല്യൂഷൻ. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതായത് പാർലമെന്റ് പ്രത്യേകിച്ച് എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിൽ ആ നിയമം പാസ്സാവും. ഇനി 3ാമത്തത് അഫർമേറ്റീവ് റെസൊല്യൂഷൻ. ഇതാണ് ഏറ്റവും പവർഫുൾ. ഒരു നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ പാർലമെന്റ് അത് അംഗീകരിച്ച് വോട്ട് ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ, വിഷയം എത്ര ഗൗരവമുള്ളതാണോ അതിനനുസരിച്ച് നിയന്ത്രണവും കൂടും. ഒരു വർഷം ഒരുപാട് ചട്ടങ്ങളിങ്ങനെ വരും. അപ്പോൾ അതെല്ലാം പാർലമെന്റിലെ എല്ലാ അംഗങ്ങൾക്കും ഇരുന്ന് പരിശോധിക്കാൻ പറ്റില്ലല്ലോ. അതിനായി കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വിദഗ്ധ സമിതിയുണ്ട്. ഈ വിശദമായ പരിശോധന നടത്തുന്നത് അവരാണ്. അപ്പോൾ ഈ വിദഗ്ധ സമിതിയുടെ പ്രധാന ജോലി എന്താണെന്നറിയാമോ? അവരോരോ ചട്ടത്തിനോടും ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. അതിതാണ്: ഈ ചട്ടം നിയമപരവും നിയമാനുസൃതവുമാണോ? ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് അവരുടെ എല്ലാ പരിശോധനകളും. ഇതിലൂടെയാണ് നമ്മുടെ നിയമവാഴ്ച ഉറപ്പാക്കുന്നത്. അവരുടെ പരിശോധന വെറുതെ ഒരു ഓട്ടപ്രദക്ഷിണമല്ല, വളരെ വിശദമായിരിക്കും. അതായത്, ഈ ചട്ടം ഉണ്ടാക്കാൻ മാതൃനിയമം അധികാരം കൊടുത്തിട്ടുണ്ടോ? സാധാരണക്കാരൻ മനസ്സിലാകുന്ന ഭാഷയിലാണോ എഴുതിയിരിക്കുന്നത്? ഭരണഘടനയ്ക്ക് നിരക്കുന്നതാണോ? ഇങ്ങനെ ഓരോന്നും അവർ അരിച്ചുപറിക്കു നോക്കും. അപ്പോ ഈ സാങ്കേതിക പരിശോധന ജനാധിപത്യപരമായ ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത്. ഇത് എക്സിക്യൂട്ടീവിന്റെ പിഴവുകൾക്കെതിരെയും അധികാര ദുർവിനിയോഗത്തിനെതിരെയും ഒരു സേഫ്റ്റി നെറ്റ് പോലെ പ്രവർത്തിക്കുന്നു. ഇനി 3ാമത്തെ ഘട്ടം. ഇതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇത് നിരന്തരമായ രാഷ്ട്രീയ പൊതുമേൽനോട്ടമാണ്. ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇവിടെയാണ് ജനപ്രതിനിധികളുടെ യഥാർത്ഥ പവർ നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന്, പുതിയൊരു ടോൾ ചട്ടം കാരണം സാധാരണക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ ഒരു എംപിക്ക് ഗതാഗത മന്ത്രിയോട് ചോദ്യോത്തര വേളയിൽ ഇതിനെപ്പറ്റി നേരിട്ട് വിശദീകരണം ചോദിക്കാം. വെറുതെ ചോദ്യം ചോദിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന് തോന്നിയാൽ ആ ചട്ടം പൂർണ്ണമായി റദ്ദാക്കാൻ ഒരു പ്രമേയം കൊണ്ടുവരാം. അതിന്മേൽ വോട്ടെടുപ്പ് നടന്നാൽ എക്സിക്യൂട്ടീവിന് ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോഴൊരു ചോദ്യമോ പ്രമേയമോ മാത്രം പോരാതെ വരും. അപ്പോൾ പാർലമെന്റിൽ വലിയ ചർച്ചകൾ തന്നെ സംഘടിപ്പിക്കാൻ പറ്റും. ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടാനും ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാനും സർക്കാരിനുമേൽ നല്ലൊരു പ്രഷർ കൊടുക്കാനും സഹായിക്കും.
ഓക്കേ, ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കൂട്ടിയിണക്കി നോക്കാം. ഈ പറഞ്ഞ ഘട്ടങ്ങൾ ഓരോന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സംഭവങ്ങളല്ല, മറിച്ച് പരസ്പരം ബന്ധിപ്പിച്ച് ഒന്നിനൊന്ന് ശക്തി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഇതൊരൊറ്റത്തവണ തീരുന്ന കാര്യമല്ലെന്ന് മനസ്സിലായില്ലേ? ഇതിന് സൈക്കിൾ പോലെയാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ പാർലമെന്റ് വളരെ ശ്രദ്ധയോടെ അധികാരം കൈമാറുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ വിദഗ്ധരത് സൂക്ഷ്മമായി പരിശോധിക്കുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ അതിന്റെ ഗുണവും ദോഷവും വരുമ്പോൾ എക്സിക്യൂട്ടീവ് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുന്നു. ഈ മൂന്നാം ഘട്ടത്തിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളുണ്ടല്ലോ, അതുവെച്ചാണ് പാർലമെന്റ് അടുത്ത തവണ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അധികാരം എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. കണ്ടില്ലേ, ഇതൊരിക്കലും അവസാനിക്കാത്ത ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. ഈ മുഴുവൻ പ്രക്രിയയുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്താണെന്ന് ഈ ഉദ്ധരണി വളരെ കൃത്യമായി പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ഒരു സ്വേച്ഛാധിപതിയെപ്പോലെ പെരുമാറാതെ ജനാധിപത്യപരമായ രീതിയിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, അതുതന്നെയാണ് പ്രധാനം. അപ്പോൾ ഒരു അവസാന ചോദ്യം ബാക്കിയാണ്. ഇന്നത്തെ ലോകം വളരെ സങ്കീർണമാണ്. സർക്കാരുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ വേണ്ടിവരുന്നു. ഈയൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ കണ്ട മേൽനോട്ട സംവിധാനങ്ങൾ മാത്രം മതിയാകുമോ? ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. നന്ദി.